സ്പിരിച്വൽ അവേക്കണിംഗ് ജേണിയെ പറ്റി കേട്ടിട്ടുള്ളവരും കേട്ടിട്ടില്ലാത്തവരും സ്പിരിച്വലി അവേക്കൻഡ് ആയവരും ഈ സമയം ഈ സ്പിരിച്വൽ അവേക്കണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഈ സ്പിരിച്വൽ അവേക്കണിംഗ് എന്ന് പറയുന്നത് ബോധത്തിന്റെ വികാസം പ്രാപിക്കലിനെയാണ്. ഒരു വിത്ത് മുളച്ച് ചെടിയായി അതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നത് പോലെ ബോധവും പല ഘട്ടങ്ങളിലൂടെയാണ് വികാസം പ്രാപിക്കുന്നത്. എല്ലാ മനുഷ്യരിലും ബോധോദയം, അതായത് സ്പിരിച്വൽ അവേക്കണിംഗ് സംഭവിക്കുന്നുണ്ട്. എന്നാൽ അത് ഒരു ലൈഫ് ടൈമിൽ തന്നെ സംഭവിക്കണമെന്നില്ല. പല ലൈഫ് ടൈമിലായിരിക്കും ഈ സ്പിരിച്വൽ അവേക്കണിംഗ് സംഭവിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഏത് ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഓരോ മനുഷ്യരും അവരവർക്ക് അപ്പോഴുള്ള അവയർനെസ്സിൽ, അവരുടെ ബോധത്തിൽ നിന്നുള്ള ആ തോന്നലുകൾക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തെറ്റാണെന്ന് തോന്നിയാലും അവർക്കത് ശരി തന്നെ. എന്നാൽ ഈ സ്പിരിച്വൽ അവേക്കണിംഗ് സംഭവിക്കുമ്പോൾ അതുവരെ അവർക്കുണ്ടായിരുന്ന ധാരണകളും കാഴ്ചപ്പാടുകൾക്കും ഒക്കെ മാറ്റം സംഭവിക്കും. കലങ്ങി മറിഞ്ഞ ഒരു കുളത്തിലെ വെള്ളത്തിലേക്ക് നോക്കിയാൽ അതിനടിയിലുള്ളതിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല. വെള്ളം തെളിഞ്ഞ് ശുദ്ധമായി മാറുമ്പോൾ അതിലുള്ളിലുള്ളതിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ശരിയായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മുടെ ബോധവും ഒരു ശുദ്ധ ബോധത്തിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഈ സ്പിരിച്വൽ അവേക്കണിംഗ് എന്ന് പറയുന്നത് പലർക്കും വേദനാജനകവും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. ഇവിടെ നമുക്ക് പല എക്സ്പീരിയൻസുകളും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെയും വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും ഉത്കണ്ഠയുടെയും ഒക്കെ അനുഭവങ്ങൾ ഈ ടൈമിൽ ഉണ്ടാകുന്നത് സാധാരണയാണ്. ഡിപ്രഷനിലേക്ക് പോകാതെ ഈ ഒരു സ്റ്റേജിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവേക്കണിങ് പല ഘട്ടങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത്. പലതരത്തിലുള്ള അനുഭവങ്ങളുടെയും ചലഞ്ചസിന്റെയും സ്പിരിച്വൽ ഗിഫ്റ്റിന്റെയും ഒക്കെ ഘട്ടങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സ്പിരിച്വൽ പാത്തിലൂടെയുള്ള നിങ്ങളുടെ ജേണിയെ സഹായിക്കും. ഈ യാത്രയിൽ വിലപ്പെട്ട ലൈഫ് ലെസൺസ് നിങ്ങൾക്ക് ലഭിക്കും. പലർക്കും ആത്മീയ ഉണർവ്, അതായത് ഈ ബോധോദയത്തിന്റെ ആദ്യഘട്ടം വളരെ അരാജകത്വത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറയെ തന്നെ കുലുക്കുന്ന രീതിയിലുള്ള പല അപ്രതീക്ഷിത സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം സംഭവിക്കുന്നുണ്ട്. ചവിട്ടി നിൽക്കുന്ന ഒരു പായ് വിരി പെട്ടെന്ന് വലിച്ചു മാറ്റിക്കൊണ്ട് ഈ പ്രപഞ്ചം നിങ്ങൾക്കൊരു അടി തന്നത് പോലെയാണ് സമയം ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഈഗോയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല, ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ ഈ സമയം മനസ്സിലാക്കും. എന്നാൽ ചിലർക്ക് ഈ വേദനയും ദുരന്തവും ഒന്നുമില്ലാത്ത സ്വാഭാവികമായ ഉണർവും സംഭവിക്കാം. ഒരു വാഹനം ഓടിക്കുമ്പോൾ ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെയാണ് കോൺഷ്യസ്നെസ്സിൽ മാറ്റത്തെ സൂചിപ്പിക്കുന്ന ആ ഉണർവ് സംഭവിക്കുന്നത്. ശരി, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചിലർക്ക് വളരെ വേദനാജനകമായിരിക്കും. എന്നാൽ ചിലരിൽ വളരെ നാച്ചുറലായി പ്രഭാത സൂര്യകിരണങ്ങൾ പതിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ആ ഒരു ഉണർവ് സംഭവിക്കും. ഇങ്ങനെ ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ, ഈ ബോധത്തിൽ ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാത്തിനോടുമുള്ള നിങ്ങളുടെ പെർസെപ്ഷൻ മാറ്റം വരും. അതായത് മുമ്പ് നമുക്കുണ്ടായിരുന്ന ഈഗോ, നമ്മുടെ കാഴ്ചപ്പാടുകൾ എല്ലാം പെട്ടെന്ന് മാറിപ്പോകും. നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ചിന്തിക്കാനും എന്താണ് ഈ ജീവിതത്തിലുള്ളത്, എന്താണ് എൻ്റെ യഥാർത്ഥ ജീവിത ഉദ്ദേശ്യം എന്നുള്ള ചോദ്യങ്ങളിലേക്ക് ഒരാൾ എത്തിച്ചേരുന്ന ഒരു സമയമാണിത്. ഇത് നിങ്ങളെ ജീവിതത്തിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ അവേക്കണിംഗ് ജേണിയിൽ പല നാടകീയ കാര്യങ്ങളും സംഭവിക്കാം. ഈ കൂടുതൽ അർത്ഥവത്തമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഉള്ള ഒരു സേക്രഡ് കോളായിട്ട് ഇതിനെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പുതിയ ജീവിതമാണ് ആരംഭിക്കുന്നത്. ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. നിങ്ങളുടെ മിഥ്യാധാരണകളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു വേക്കപ്പ് കോളായിട്ട് മനസ്സിലാക്കും. അതായത് ഒരു പുഴു തൻ്റെ കുക്കൂണിൽ നിന്ന് പൂമ്പാറ്റിയായി പുറത്തു വരുന്നത് പോലെ ഒരു ശ്രമകരമായ ഒരു കാര്യമാണ് ഈ സ്പിരിച്വൽ അവേക്കണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പിരിച്വൽ അവേക്കണിംഗ് ജേണിയിൽ പല ഘട്ടങ്ങളിലൂടെയാണ് ഒരാൾ കടന്നു പോകുന്നത്. ഇത് നമ്മുടെ ബോധത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോസസ്സാണ്. ഈ സ്പിരിച്വൽ അവേക്കണിംഗ് ജേണിയുടെ ആദ്യഘട്ടത്തിൽ ഒരാൾ വളരെ ആഴത്തിൽ ഈഗോയുടെ തലത്തിലാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ബോധപൂർവമായിട്ടുള്ള അവയർനെസ് ഇല്ലാതെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ഇമോഷൻസിനെയും തോട്ട്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഈ ഒരു സ്റ്റേജിൽ കുറവായതുകൊണ്ട് തന്നെ നമ്മളിൽ ദേഷ്യം, കോപം, പ്രതികാരം എന്നീ നെഗറ്റിവിറ്റിയിലേക്ക് നമ്മളെ നയിക്കുന്നു. ഞാൻ ഈ ശരീരം മാത്രമാണ് എന്ന ചിന്തയാണ് ഈ സ്റ്റേജിൽ ഒരാൾക്കുണ്ടാകുന്നത്. ഞാൻ, എൻ്റെ എന്നീ ഈഗോയിൽ നിന്ന് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ആദ്യത്തെ സ്റ്റേജ്. ഇതിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ ഒരാൾ അയാളുടേതായിട്ടുള്ള ഈഗോ അവിടെ ബ്രേക്ക് ഡൗൺ ആവും.
അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം, ആ ഒരു പെർസെപ്ഷനും ഒക്കെ അവിടെ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ദൈവത്തെയും മതത്തെയും പറ്റിയുള്ള എല്ലാ സങ്കല്പങ്ങളും ഇവിടെ തുടച്ചു മാറ്റപ്പെടുകയും അയാളിൽ ഒരു എംപ്റ്റിനെസ്, ഡിറ്റാച്ച്മെന്റ് അവശേഷിക്കുകയും ചെയ്യും. നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ ഈ വെറും ചിന്തയും വികാരങ്ങളും മാത്രമല്ല എന്ന് തിരിച്ചറിയുകയും ഞാൻ ഈ ശരീരം മാത്രമല്ല, എൻ്റെ മനസ്സിനും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ട് എന്ന അറിവിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണത്. ആളുകൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ സ്റ്റേജാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒരാൾ അയാളുടെ അസ്തിത്വത്തിൻ്റെ നിഗൂഢതകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു തീവ്രമായ ആഗ്രഹം അയാളിൽ ഉണ്ടാകുന്ന സമയമാണ്. ഈ ഘട്ടത്തിലാണ് ഞാൻ ആരാണ്, എന്തിനിവിടെ ജനിച്ചു, എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം, എന്താണ് ദൈവം, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഒരാളിൽ ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിലാണ് ആളുകൾ മെഡിറ്റേഷൻ അതുപോലെ പല സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസുകളും ചെയ്യുന്നത്. ഈ തലത്തിൽ ഞാൻ എന്നത് ഈ ശരീരമോ എൻ്റെ മനസ്സോ അല്ല, ഞാൻ എന്നത് എനർജിയാണ്, ഞാനൊരു എനർജി ബീയിങ് ആണ് എന്ന അറിവിലേക്ക് എത്തിച്ചേരുന്നത് ഈ ഒരു സമയത്താണ്. ഇവിടെ ഈ ഘട്ടത്തിലെത്തിയ ഒരാൾ കരുതുന്നത് ഞാൻ എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്, എല്ലാം എന്നിൽ സംഭവിക്കുകയാണ് എന്ന് ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്ന ഒരു തലമാണിത്. ഇവിടെ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ വ്യക്തികൾ അവരുടെ യഥാർത്ഥ മൂല്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുന്ന ഒരു സമയമാണ്. ഈ സ്റ്റേജിൽ പല ചലഞ്ചസും അവരുടെ ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. അതായത് റിലേഷൻഷിപ്പിലുണ്ടാകുന്ന തകർച്ച, അവരുടെ ജോലി നഷ്ടപ്പെടുക, സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുക എന്നിവ. എന്നാൽ അവരിൽ ഹീൽ ചെയ്യപ്പെടാത്ത പഴയ മാനസികമായിട്ടുള്ള മുറിവുകളും സൈക്കോളജിക്കൽ ട്രോമാസും ഒക്കെ ഹീൽ ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. വികാരങ്ങളുടെ ഒരു വലിയ വേലിയേറ്റം തന്നെ ഉള്ള ഒരു സമയമാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ പ്രോസസ്സിനെ 100% വിശ്വസിക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ ഘട്ടത്തിലും അതിൻ്റെതായ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവല്യൂഷൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ഈ വരുന്ന ചലഞ്ചസ്. അപ്പം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ പരിധി എത്രയാണ് എന്നതും അതുപോലെ പഠിക്കേണ്ട പാഠം എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങളുടെ ആത്മാവിന് നന്നായി അറിയാം. ഇതൊരു സെൽഫ് റിയലൈസേഷൻ സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അയാളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ചും ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വരുന്ന ഒരു ഘട്ടമാണ് ഈ സെൽഫ് റിയലൈസേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒന്നാണ് എന്ന് തിരിച്ചറിയുന്ന ഘട്ടമാണ് അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഈ തലത്തിൽ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് ലഭിക്കുകയും ഓരോ വ്യക്തിയും അവരവരുടേതായ യാത്രയിലാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. എല്ലാ വ്യക്തികളും അവരവർക്ക് ഇപ്പോഴുള്ള അവരുടെ അവയർനെസ്സിൽ നിന്നുകൊണ്ട് അവരവരുടേതായ അറിവിൽ ശരിയായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഇപ്പം പ്രകൃതിയിലുള്ള മരങ്ങൾ, ചെടികൾ, മൃഗങ്ങൾ, വായു, ഭൂമി, മറ്റു വസ്തുക്കൾ എന്നിവ തമ്മിലുള്ള ഈ പരസ്പര ബന്ധം മനസ്സിലാക്കാനും പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒരേ കോൺഷ്യസ്നെസ്സിന്റെ ഭാഗമാണ്, ഒന്നും സെപ്പറേറ്റഡ് അല്ല, ഒന്നിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു ഘട്ടമാണ്. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദൈവികമായ ഏകത്വത്തിന്റെ ഒരു ഭാഗമാണ് എന്ന തിരിച്ചറിവിലേക്ക് ഒരാൾ എത്തുന്ന ഒരു സമയമാണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പത്തും നല്ല ബന്ധങ്ങളും ആരോഗ്യവും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും അവനൊരു മിസ്സിങ് അനുഭവപ്പെടാം, ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് എപ്പോഴും അനുഭവപ്പെടാം. അത് ഈ സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്. നമുക്കറിയാം എബ്രാഹം മാസ്ലോയുടെ നീഡ്സ് തിയറിയിൽ ഏറ്റവും അവസാനത്തെ നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടിയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കണിംഗ് ജേണിയുടെ ഏത് ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക. എന്ത് തന്നെ വന്നാലും അതെല്ലാം ഈ പ്രോസസ്സിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. താങ്ക് യു.